വായോ നമുക്ക് കിട്ടിയില്ല ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിന് വേണ്ടത് ഫ്രൈ ചെയ്ത ബീഫ്, കിഴങ്ങ്, മുട്ട, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുക. വെളുത്തുള്ളി ഇട്ടു, പച്ചമുളകും സവോളയും ഇട്ട് എടുത്തു. അത് സെറ്റായിട്ട് ഇപ്പം ബീഫ് അതിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ബീഫ് അതിനായിട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ഗ്രൈൻഡ് ബീഫ് ഇപ്പോൾ റെഡിയാകും. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് റെഡിയാക്കി വെച്ചേക്കാം. ഗ്രൈൻഡ് ബീഫ് ഇതേ റെഡി. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നമ്മൾ കുറച്ച് രണ്ട് വറ്റൽമുളക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് ക്രംസ് നല്ല ഭംഗിയായിരിക്കും. പിന്നെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് സവോള, പച്ചമുളക് അതെല്ലാം മിക്സ് ചെയ്ത് അതും ഇട്ട് ഉപ്പ് കുറച്ച് മേളിൽ തൂയി നമ്മുടെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് മീറ്റ് മസാല കുറച്ച് അതായത് 1 സ്പൂൺ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് മീറ്റ് മസാല 1 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കുറച്ച് കുരുമുളക് പൊടി ഞാൻ 1 സ്പൂൺ ഇട്ടത് 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുക. മിക്സ് ചെയ്ത് നല്ലോണം അത് മൊത്തം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ബീഫ് നമ്മൾ അതിനകത്ത് ഇട്ട് നല്ലോണം ഇളക്കി നമ്മുടെ 3 പൊട്ടിട്ട് നമ്മൾ മാഷ് ചെയ്തെടുക്കണം. മുട്ട റെഡിയാക്കി ആ മിക്സും നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് അതിലേക്ക് ഇട്ട് നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് 2-3 മല്ലിയിലയും കൂടി ഇട്ട് അതിന് ഫ്ലേവറൊക്കെ കിട്ടും. മല്ലിയില ഇട്ടിട്ട് പിന്നെ കുഞ്ഞു ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ കുറച്ച് ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എഗ്ഗിലേക്ക് പൊട്ടിച്ച് വെച്ച എഗ്ഗിലേക്ക് നല്ലൊരു ഷേപ്പാക്കിയിട്ട് ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഷേപ്പാക്കിയിട്ട് അതിൽ മുക്കി നേരെ ബ്രെഡ് ക്രംസിൽ മുക്കി റോൾ ചെയ്ത് ഇതുപോലെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നാലും നല്ലതായിട്ട് വരുമ്പോൾ ക്രഞ്ചി ആയിട്ടിരിക്കും. അപ്പം നമുക്ക് പാനിലേക്ക് എടുത്ത് വെച്ചത് നമ്മൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു. പാൻ ചൂടായി വന്നപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് സെറ്റ് ചെയ്യാൻ നമ്മുടെ ബോൾ നമ്മൾ ഇതിലേക്കിട്ട് 2 സൈഡും തിരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാലും നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഓരോന്നായിട്ട് പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി ഗൈസ്. നമ്മുടെ കട്ട്ലേറ്റ് നമ്മൾ ചൂടോട് കഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പൊക്കി പറഞ്ഞതല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യും.